രാമായണം വായിക്കുന്നതിന്റെ ഉദ്ദേശവും അതിനകത്തെ നല്ലതുണ്ടെങ്കിൽ എടുത്ത് ജീവിതത്തിൽ പകർത്താം. പകർത്തിയില്ല എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. പകർത്തിയാൽ അവനവന് ജീവിതത്തില് ഈ 26,500 ദിവസം നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു. ഓരോ ദിവസവും 23,080 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. ആ ശ്വാസോച്ഛ്വാസത്തിന്റെ ഓരോന്നും കഴിയുമ്പോൾ നമ്മൾ ശ്മശാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് സംതൃപ്തവും സന്തുഷ്ടവും ചാരിതാർത്ഥ്യജനകവും സമഗ്രവുമായ ഒരു ജീവിതം എനിക്കും നിങ്ങൾക്കും നയിക്കാൻ ഈ ഗ്രന്ഥങ്ങൾ സഹായിക്കുമെങ്കിൽ അത് വായിക്കുക, അതിലുള്ളത് നന്മകൾ പകർത്തുക, സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കുക. എന്തു വന്നാലും പരിധിക്കപ്പുറം കുലുങ്ങാതിരിക്കുക. അതുമാത്രല്ല, ജീവിതത്തിൽ ദുഃഖമുണ്ടെന്നറിയാം, ജീവിതത്തിൽ സുഖമുണ്ടെന്നറിയാം. ഇത് രണ്ടും പെർമനന്റ് അല്ല എന്നറിയാം. കുന്തി ശ്രീകൃഷ്ണന്റെ അടുത്ത് വന്നപ്പോൾ ശ്രീകൃഷ്ണൻ ചോദിച്ചു അത്രേ, അമ്മയ്ക്ക് എന്താ വേണ്ടത്? അപ്പൊ കുന്തി പറഞ്ഞു, കൃഷ്ണ, എനിക്ക് വേണ്ടത് നിത്യദുഃഖമാണ്, എനിക്ക് വേണ്ടത് നിത്യദുഃഖമാണ്. കൃഷ്ണൻ ഷോക്കഡായിപ്പോയി. അതെന്താ അങ്ങനെ പറയണത്? ദുഃഖമുണ്ടെങ്കിലേ എന്നും നിന്നെ സ്മരിക്കാൻ പറ്റുള്ളൂ. സുഖമാണെങ്കിൽ ഈശ്വരനെ സ്മരിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് ദുഃഖം മതി കൃഷ്ണ. ആ ഒരു സംഭവം ഒന്ന് ആലോചിച്ച് നോക്കാം. എന്ത് രസം! 12 വയസ്സാവുന്നത് വരെ ശ്രീകൃഷ്ണൻ മിക്കവാറും എല്ലാ ദിവസവും കുന്തിയെ കണ്ടിരുന്നു. 12 വയസ്സാവുന്നത് വരെ ശ്രീകൃഷ്ണൻ സ്വന്തം അമ്മയായ ദേവകിയെ കാണാൻ പോയിട്ടില്ല. 12 വയസ്സ് വരെ ദേവകിയെ കാണാൻ പോയിട്ടില്ല ശ്രീകൃഷ്ണൻ. എന്നും കുന്തിയെ കാണാൻ പോയിരുന്നു. ഒരിക്കൽ കുന്തി ചോദിച്ചു, കൃഷ്ണ, നീ എന്താ എന്നെ കാണാൻ ഇങ്ങനെ എപ്പോഴും വരിക? നിന്റെ അമ്മയെ കാണാൻ പോവണ്ടേ? ഓട്ടനെ കൃഷ്ണൻ മറുപടി പറഞ്ഞു, അവിടെ എന്റെ അമ്മയ്ക്ക് അച്ഛൻ തുണയുണ്ട്, നിങ്ങൾക്ക് ആരാ തുണയുള്ളത്? അതുകൊണ്ടാ നിങ്ങളുടെ അടുത്ത് ഞാൻ എപ്പോഴും വരിക. ഇതൊരു രസമായിട്ടുള്ള വരികളാ. അതുപോലെ തന്നെ ദുര്യോധനൻ കരഞ്ഞുകൊണ്ട് വികാര തീവ്രമായിട്ട് ഗാന്ധാരിയുടെ മുമ്പിൽ വന്ന് തൊഴുതുകൊണ്ട് പറയുന്നു, അമ്മേ ഗാന്ധാരി, അമ്മയുടെ മകൻ യുദ്ധത്തിന് പോവാണ്. ഞങ്ങളുടെ കൂട്ടത്തില് 18 അക്ഷൗഹിണി പടകളുണ്ട്. പാണ്ഡവരുടെ കൂട്ടത്തിൽ 7 അക്ഷൗഹിണികളെ ഉള്ളൂ. അപ്പൊ പാണ്ഡവർക്ക് ഞങ്ങൾക്കുള്ള സൈന്യത്തെക്കാൾ 1/3 ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പാണ്. ശ്രീകൃഷ്ണന്റെ യാദവ സൈന്യം വരെ ഞങ്ങളുടെ കൂട്ടത്തിലാണ്, ശ്രീകൃഷ്ണൻ മാത്രമേ അപ്പുറത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇനി എനിക്ക് വേണ്ടത്, അമ്മയുടെ മൂത്ത പുത്രനായ ദുര്യോധനന് വേണ്ടത് അമ്മയുടെ അനുഗ്രഹം കൂടി മാത്രമാണ്. അതുകൂടി ഉണ്ടെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പാണ്. ഗാന്ധാരി അടുത്ത് വന്ന് പറഞ്ഞു, മകനെ, വിജയീ ഭവ എന്ന് പറയണമെന്ന് എനിക്കുണ്ട്. സാധ്യമല്ല മകനെ. അതുകൊണ്ട് നിന്നോട് പറയുന്നു, യഥോ ധർമ്മ തഥോ ജയ. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ ജയമുണ്ടാകും മകനെ. ഒരമ്മ മകനോട് പറയണേ, വിജയീ ഭവ എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞിരുന്നു, പോകാമായിരുന്നു. പറഞ്ഞില്ല. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് വിജയമുണ്ടാവുക മകനെ. വീണ്ടും വീണ്ടും ദുര്യോധനൻ കെഞ്ചി ചോദിച്ചു ഗാന്ധാരിയോട്, വിജയീ ഭവ എന്ന് ഒറ്റ പ്രാവശ്യമെങ്കിലും അമ്മയെ പറയണമെന്ന്. അമ്മ പറഞ്ഞല്ലോ, യഥോ ധർമ്മ തഥോ ജയ. ഒരമ്മയുടെ മഹത്വം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. സഹിക്കവയ്യാത്ത കുറ്റബോധത്തില് ധൃതരാഷ്ട്രര് രാത്രിക്ക് രാത്രി വിതുരനെ തിരിച്ചു വരുത്തുക. വിതുര, എന്റെ മനസ്സ് പൊള്ളുന്നു വിതുര, ഞാൻ കുറ്റം ചെയ്തത് മാതിരി തോന്നുന്നു വിതുര, 2 ദിവസമായിട്ട് നീ പോയതിനു ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല വിതുര, എനിക്ക് സാരോപദേശം തരണം വിതുര എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെയാണ് വിതുരൻ ധൃതരാഷ്ട്രർക്ക് വിതുരോപദേശം നൽകുന്നത്. ഒരു പുസ്തകം പുറത്തുണ്ട്, വിതുരോപദേശം എന്ന പുസ്തകം. 485 ഉപദേശങ്ങളാണ് അതിനകത്ത് പെടുത്തിയിരിക്കുന്നത്. അത് എന്നെങ്കിലും നിങ്ങൾക്കൊന്ന് വായിക്കണമെന്ന് തോന്നിയാൽ വായിക്കുക. ഞാനത് പലപ്പോഴും വായിക്കാറുണ്ട്. അൾട്രാ മോഡേൺ മാനേജ്മെന്റ് പുസ്തകമാണ് വിതുരൻ. ഈ
5146 വർഷങ്ങൾക്ക് മുമ്പ് ധൃതരാഷ്ട്രർക്ക് വിതുരൻ നൽകിയ ഉപദേശം അൺകമ്പയറബിളി ഗ്രേറ്റ്. 650 ഉപദേശങ്ങളാണ് നൽകിയത്. അതിലേതാണ്ട് 270 എണ്ണം ഇന്നത്തെ കാലത്ത് പ്രസക്തമല്ലാത്തത് കൊണ്ട് അത് മാറ്റി 485 എണ്ണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഭീഷ്മോപദേശമുണ്ട്. മാനവരാശിക്ക് അളക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിളാണ് ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ധർമ്മപുത്രാദികൾക്ക് നൽകുന്നത്. എന്നെങ്കിലും മാനേജ്മെന്റില് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ അമേരിക്കക്കാരുടെ മാനേജ്മെന്റും ഇംഗ്ലണ്ടുകാരുടെ മാനേജ്മെന്റും ഒന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഈ നാട്ടിലെ മാനേജ്മെന്റിലെ ഒരൊറ്റ വരിയാണ് അമേരിക്കയിലെ മൊത്തം മാനേജ്മെന്റ്. ഒറ്റ വരി. അതുകൊണ്ട് തന്നെയാ കഴിഞ്ഞ വർഷം, ഈ വർഷവും ഞാൻ 2 മാസം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 6-ാം തീയതി വന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷം നവംബർ 14-ന് അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരുന്നു, ലോസ് ഏഞ്ചൽസിലും എല്ലാം. അവിടെ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ അവിടെ എന്നെ റിസീവ് ചെയ്യാൻ വന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ 2 പ്രൊഫസർമാരാണ്. അവരെന്റെ കയ്യിൽ തന്നത് അവിടുത്തെ ബിസിനസ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ദ മാനേജ്മെന്റ് ഇൻ ഭഗവത്ഗീത എന്ന പ്രിൻസിപ്പിളാണ്. അതിന്റെ ടൈറ്റിൽ ഇതാണ്: ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര ഫോർ ദ ബിഗ് ബിസ് ഇൻ US. ഇതാണ് ടൈറ്റില്. ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര ഫോർ ദ ബിഗ് ബിസ് എന്ന് പറഞ്ഞ ബിസിനസ് കമ്മ്യൂണിറ്റി ഓഫ് US. അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാര് ഭഗവത്ഗീതയെ കുറിച്ച് അമേരിക്കയിലെ ബിസിനസ് വീക്കില് എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണ്. അതിന്റെ അബ്സ്ട്രാക്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഇവിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. അത്ഭുതം തോന്നും ഞാൻ പറഞ്ഞത്. ഈ നാട്ടില് ഗീതയെ പോലെ, ഭീഷ്മോപദേശത്തെ പോലെ, വിദുരോപദേശത്തെ പോലെ, ഭാഗവതത്തില് ഉദ്ധവോപദേശത്തെ പോലെ, അതുപോലെയുള്ള ഉപദേശങ്ങള് എന്നെങ്കിലുമെല്ലാം വായിക്കണമെന്ന് തോന്നിയാൽ അത് ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരു മതഗ്രന്ഥത്തിലും അതില്ല, ഉണ്ടാവുകയുമില്ല. കാരണം ഈ നാട് അങ്ങനെ ഒരു നാടാ. അതുകൊണ്ടാണ് ഈ നാട്ടില് ഒരു 700 വർഷം വിദേശികൾ ആക്രമിച്ചിട്ടും ഈ ഭാരതം ചത്തില്ല, ഈ ഭാരതം മരിച്ചില്ല, അന്ത്യശ്വാസം വലിച്ചില്ല. ഇപ്പൊ ഭാരതം തിരിച്ചു വരുന്നു. ഇന്നലത്തെ റിപ്പോർട്ട് ഡോക്ടർ മുഖർജി ഇന്ത്യൻ ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂയോർക്കിൽ ചെന്നപ്പോ ന്യൂയോർക്കുകാര് മുഖർജിയോട് പറയുന്നു അത്രേ, യു ആർ എ ലക്കി പേഴ്സൺ ബിക്കോസ് യു ആർ ബോൺ ഇൻ ഇന്ത്യ. ആരാ? വാൾ സ്ട്രീറ്റ് ജേണലിലെ അമേരിക്കക്കാരാണ് മുഖർജിയോട് പറയുന്നത്, യു ആർ എ ലക്കി പേഴ്സൺ ബിക്കോസ് യു ബോൺ ഇൻ ഇന്ത്യ. ഇന്ത്യ മാറുന്നു. പുരാതനമായ അറിവുകള്, ആധുനികമായ അറിവുകള് അടിച്ചു പൊളിച്ചൊരു രാഷ്ട്രം മുമ്പോട്ട് പോകുന്നു എങ്കിൽ അത് ഭാരതമാണ്. 2014 ആവുമ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ടിനെ ഓവർടേക്ക് ചെയ്യും. 2018 ആവുമ്പോൾ ഇന്ത്യ ഇറ്റലി, യൂറോപ്യൻ രാജ്യങ്ങളെ ഓവർടേക്ക് ചെയ്യും. 2028 ഇന്ത്യ ജപ്പാനെ ഓവർടേക്ക് ചെയ്യും. 2040 ഇന്ത്യ അമേരിക്കയെ ഓവർടേക്ക് ചെയ്യും. ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല, അമേരിക്കക്കാര് പറഞ്ഞതാ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞൊന്ന് മാത്രം. ഈ നാട് മാറുന്നു. ലോകത്തിലെ 70% യുവാക്കളുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ബാക്കി എല്ലാ സ്ഥലത്തും 70%-ത്തേക്കാൾ കുറവാണ് യുവാക്കളുള്ളത്. അത്രയും ഉജ്ജ്വലമായ ഒരു രാജ്യം. 3000 ബിടെക്കുകാരാണ് IIT-യിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ വർഷം 6 പേരാണ് അമേരിക്കയിൽ പോയത്. പണ്ട് 3000 ഇറങ്ങിയാൽ 2950 അമേരിക്കയിൽ പോകും. ഇപ്പൊ അമേരിക്കക്കാര് ഇങ്ങോട്ട് വരിക. ഇവിടെ വിസ കിട്ടുമോ, ഇവിടെ ജോലി കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് മാറാതിരിക്കില്ല. ഈ രാമായണവും ഈ മഹാഭാരതവും ഈ പുണ്യഭൂമിയില്, കർമ്മഭൂമിയില്, ജ്ഞാനഭൂമിയില്, യജ്ഞഭൂമിയില് നിലനിൽക്കുന്നിടത്തോളം കാലം അത് ഏത് കരുണാനിധി പറഞ്ഞാലും ഏത് മൻമോഹൻ സിംഗ് പറഞ്ഞാലും ഇതൊന്നും മനുഷ്യ മനസ്സുകളിൽ നിന്ന് മാറ്റാൻ സാധ്യമല്ല തന്നെ. ആ ഉജ്ജ്വലമായ അറിവുകള് പഠിക്കാനും ഇന്നത്തെ ലോകത്തിന് ആവശ്യമുള്ള അത്രയും അതിൽ നിന്നെടുക്കാനും
അതിൽ അന്ധവിശ്വാസവും ദുരാചാരങ്ങളും ഉണ്ടെങ്കിൽ അത് തിരസ്കരിക്കാനും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നത് മാത്രം സ്വീകരിക്കാനും സാധിച്ചുകൊണ്ട് 21ാം നൂറ്റാണ്ടിലെ ലോക ജനതയ്ക്ക് വെളിച്ചം വീശാൻ ഭാരതം മാത്രമാണ് പ്രകാശം നൽകാനുള്ളത് എന്ന് സ്വാമി വിവേകാനന്ദൻ ഏതാണ്ട് 115 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് അന്വർത്ഥമാക്കി കൊണ്ടുവരുന്ന കാലഘട്ടത്തില് നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, ഏത് ഇഷത്തിൽപ്പെട്ടവനാകട്ടെ, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം: നിങ്ങൾ ഈ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുക, ഈ നാടിന്റെ പൈതൃകം സ്വീകരിക്കുക. നിങ്ങളുടെ പുണ്യഭൂമി ചൈനയല്ല, നിങ്ങളുടെ പുണ്യഭൂമി റഷ്യയല്ല, നിങ്ങളുടെ പുണ്യഭൂമി സൗദി അറേബ്യയുമല്ല, നിങ്ങളുടെ പുണ്യഭൂമി പാലസ്തീനുമല്ല, ഇസ്രായേലുമല്ല. നിങ്ങൾ ജന്മം നൽകിയത് ഈ മാതൃഭൂമിയാണെങ്കിൽ, നിങ്ങൾ വളർന്നത് ഇവിടുത്തെ വെള്ളവും ഇവിടുത്തെ സസ്യജാലങ്ങളും കഴിച്ചിട്ടാണെങ്കിൽ നിങ്ങളുടെ പുണ്യഭൂമി ഈ നാടാണ്. ഏത് അല്ലാഹുവും ഏത് യഹോവയും ഏത് യേശുക്രിസ്തുവും ഏത് മുഹമ്മദ് നബിയും ഏത് കൃഷ്ണനും രാമനും എവിടെ ജനിക്കട്ടെ, എവിടെ മരിക്കട്ടെ, അതൊക്കെ സെക്കൻഡറി. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് യു ആർ ആൻ ഇന്ത്യൻ. ഭാരതീയനാണ് നിങ്ങൾ. ഭാരതത്തിന്റെ പരമപവിത്രമായ ആ പൈതൃകത്തിന്റെ അവകാശികളാണ് നിങ്ങൾ. നിങ്ങൾ ഏത് ഈശ്വരനെ ആരാധിക്കുക, ഏത് പുസ്തകം വേണമെങ്കിലും വായിക്കുക, ഏത് നേട്ടങ്ങളോ കോട്ടങ്ങളോ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം. ബട്ട് യു were an Indian, you are an Indian, you will be an Indian. ആ പരമപവിത്രമായ രാഷ്ട്രത്തിന്റെ ഉജ്ജ്വലമായ പൈതൃകം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നൊരു യജ്ഞമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഗോപാലകൃഷ്ണന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യം: അടിച്ചു പൊളിച്ച് തകർത്തുകൊണ്ടൊരു പ്രഭാഷണം നടത്തുമ്പോൾ അവിടെ വെച്ച് ശ്വാസം നിന്ന് താഴെ വീണ് തീരണം. ഇതിലപ്പുറം ഒരാഗ്രഹമില്ല, ഒറ്റ ആഗ്രഹം. അന്ന് വരെ ഈ നാടിന്റെ സമഗ്രവും ഉജ്ജ്വലവുമായ അറിവുകൾ കാസറ്റായും CD-യായും VCD യായും ഏതെല്ലാം വിധത്തിൽ സാധിക്കുമോ ഈ ലോകത്തിലെ 657 കോടി ജനങ്ങളുടെ അടുത്തത് എത്തിച്ചിരിക്കും. 2007 ആഗസ്റ്റ് 15 3 കോടി ജനങ്ങളില് അത് എത്തിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. 2007 ആഗസ്റ്റ് 15 സൂര്യാസ്തമയത്തില് ഏതാണ്ട് അത് സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇനി 2010 ഡിസംബർ 31 സൂര്യാസ്തമയത്തിന് മുമ്പ് 10 കോടി ജനങ്ങൾക്ക് അത് എത്തിക്കണം. നിങ്ങളും കൂടെ ഉണ്ടാവണം. ഗോപാലകൃഷ്ണൻ ഒറ്റയ്ക്ക് സാധ്യമല്ല, നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. നമ്മുടെ നാടിന്റെ പൈതൃകം കേബിൾ TV-യിലൂടെ, അമൃത TV-യിലൂടെ, ഇന്ത്യ വിഷനിലൂടെ, CNN, IBN-യിലൂടെ, ലോകമെമ്പാടും മിഡിൽ ഈസ്റ്റിൽ പോകുമ്പോൾ അവിടെയുള്ള റേഡിയോയിലൂടെ, ഈ അമേരിക്ക, കാനഡ, ഇംഗ്ലണ്ട് യാത്രയില് അവിടെയുള്ള എല്ലാ TV ചാനലിലും, കുറെ TV ചാനലുകളില് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു. അനവധി യൂണിവേഴ്സിറ്റികളിൽ പ്രഭാഷണം നടത്താൻ ഭാഗ്യം കിട്ടി. ഒറ്റ കാരണം: തിരിച്ചൊന്നും പ്രതീക്ഷിക്കാറില്ല, ഒന്നും ചോദിക്കാറുമില്ല. അവസാനത്തെ ശ്വാസത്തിന് മുമ്പ് എനിക്ക് ജന്മം നൽകിയ ഈ രാഷ്ട്രത്തിന്റെ അത്യുജ്വലമായ അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിക്കണം. അതിനാവശ്യമായ CD-യും പുസ്തകങ്ങളും ബ്രൂഷറുകളും ഇറക്കിയിട്ടുണ്ട്. ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. നിങ്ങൾ പരമാവധി അത് വാങ്ങിച്ച് കോപ്പിയെടുത്ത് എല്ലാവർക്കും എത്തിക്കണം. ഇഷ്ടപ്പെടുന്നവനും എത്തിക്കണം, ഇഷ്ടമില്ലാത്തവനും എത്തിക്കണം. നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ 90 മണിക്കൂർ സ്പീച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുമായിട്ട് ലോകത്തിൽ ബന്ധമുള്ളവർക്കൊക്കെ ഈ വെബ്സൈറ്റ് പറഞ്ഞു കൊടുക്കാം. www.iish.org. ഓരോ ആഴ്ചയിലും 28,700 പേര് ഓൺ ആൻ ആവറേജ് ആ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. 28,700 പേര് ഓരോ ആഴ്ചയും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത വർഷം ഈ ദിവസമാകുമ്പോൾ ഒരു ദിവസം 1,00,000 പേരെങ്കിലും അത് വിസിറ്റ് ചെയ്യും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത്രയും അധികം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ശാന്തമായിട്ടാണെന്ന് മാത്രം. എല്ലാവരിലും മാറ്റേണ്ട, എല്ലാ പാർട്ടിയിലും മാറ്റേണ്ട, എല്ലാ മതത്തിലും മാറ്റേണ്ട, എല്ലാ ചിന്താധാരയിലും മാറ്റേണ്ട, എല്ലാ യുക്തിവാദികളിലും മാറ്റേണ്ട,
NSSലും SNDPയിലും പുലയ മഹാസഭയിലും മാറ്റമുണ്ട്. അറിഞ്ഞുകൊണ്ട് ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവരിൽ മാറ്റമുണ്ട്. കാരണം ചുവട്ടിലൂടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നു. പുറത്ത് ഫോട്ടോ കാണിക്കാൻ ഒന്നിനും നിൽക്കാറില്ല എന്ന് മാത്രം. അതിന് നിങ്ങളെപ്പോലെ ആരാധ്യനായ ഗോപാലകൃഷ്ണൻജിയെ പോലെയുള്ളവര് ധാരാളം പേര് സഹായിക്കുന്നുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്കും അതിന് സാധിക്കണം. ഗോപാലകൃഷ്ണൻ നിങ്ങളെ തലോടാനുണ്ടാവില്ല, അനുഗ്രഹിക്കാനുണ്ടാവില്ല, അഭിനന്ദിക്കാനുണ്ടാവില്ല. കാരണം നിങ്ങളുടെ നാടിന്റെ പൈതൃകമാണ് നിങ്ങൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അതിന് സാധിക്കണം. കൂട്ടത്തില് നിങ്ങളോട് ഒരപേക്ഷയും കൂടി സമർപ്പിക്കാം. ആ അപേക്ഷ ഇതാണ്. നവംബർ മാസം 8-ാം തീയതി ദീപാവലിയാണ്. ആ ദീപാവലി ദിവസം നിങ്ങളുടെ അമ്പലത്തില് കുറേ പായസം ഉണ്ടാക്കി സ്ത്രീകളുടെ കയ്യിൽ കുറേശ്ശെ കൊടുത്ത് നമ്മുടെ ദേവിയുടെ മുമ്പില് അവരെ കൊണ്ട് നിവേദിപ്പിക്കണം. ദീപാവലി പൊങ്കാല അതെങ്ങനെയാണ് നടത്തേണ്ടതെന്നും അതിന്റെ മന്ത്രങ്ങൾ എന്തെല്ലാമാണെന്നും ക്ഷേത്ര ഭാരവാഹികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നോട്ടീസ് ലഭിക്കും. നിങ്ങളുടെ എല്ലാ ക്ഷേത്രങ്ങളിലും അത് നടത്തണം. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു ബുദ്ധിമുട്ടുമില്ല. വലിയ പാത്രത്തില് കുറച്ച് ചോറ് വേവിച്ച് കുറച്ച് ശർക്കരയിട്ട് ഒരു ചെറിയ കലത്തില് സ്ത്രീകളുടെ കൈ കൊടുക്കുക. അവര് എല്ലാവരും വരിവരിയായിട്ടിരുന്ന് അതിനുശേഷം ഭാരതത്തിൽ സ്ത്രീകളെ എത്രത്തോളം ആദരിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു നോട്ടീസുണ്ട്. ആ നോട്ടീസിന്റെ ഈ വശത്ത് അത് ഒരു 3 മിനിറ്റ് വായിക്കാനുണ്ട്. തിരിച്ചു പിടിച്ചാൽ ഏതെല്ലാം മന്ത്രം ചൊല്ലിയാണ് ആരാധിക്കേണ്ടതെന്നും പൊങ്കാല സ്ത്രീകളെ തന്നെത്താനെ നിവേദിക്കേണ്ടതെന്നും അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. പരമാവധി അരമണിക്കൂർ മാത്രം മതി. ഈ പ്രദേശത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അത് നടത്തണം. അതേപോലെ ഈ കർക്കിടക മാസം കഴിഞ്ഞു. അടുത്ത കർക്കിടക മാസം കറുത്ത വാവിന്റെ അന്ന് ഈ ക്ഷേത്രം ഉൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളിലും നിങ്ങൾ പിതൃകർമ്മം നടത്തണം. ആ പിതൃകർമ്മം നടത്തേണ്ടത് എങ്ങനെയാണെന്നുള്ള നോട്ടീസും അവിടെ ഉണ്ട്. അരമണിക്കൂർ കൊണ്ട് പൊങ്കാല ആദ്യത്തെ ബാച്ച്, അടുത്ത അരമണിക്കൂർ രണ്ടാമത്തെ ബാച്ച്, അടുത്ത അരമണിക്കൂർ മൂന്നാമത്തെ ബാച്ചില് എല്ലാവർക്കും ഈ പൊങ്കാല നടത്താൻ സാധിക്കും. സ്ത്രീകളെ ഭാരതീയർ ആദരിച്ചിരുന്നു എന്ന് അവരെ ഓർമ്മപ്പെടുത്താനും മാതൃധർമ്മം പത്നീധർമ്മം അവരെ ഓർമ്മിപ്പിക്കാനും വേണ്ടി മാത്രമാണ് സോഷ്യോളജിയുടെയും സൈക്കോളജിയുടെയും ഭാഗമായ ഈ പൊങ്കാല നിങ്ങളോട് ആചരിക്കണമെന്ന് പറഞ്ഞത്. ഒരു ദുരാചാരവും അന്ധവിശ്വാസവും കൊണ്ടുവരാനല്ല. അവരിൽ മാറ്റമുണ്ടായാൽ ഈ രാഷ്ട്രം മാറുമെന്ന് ഉറപ്പ് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളില് അപ്രകാരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ അച്ഛനോടും അമ്മയോടുമുള്ള വീക്ഷണം മാറാനും അവരെ വൃദ്ധസദനത്തിലാക്കാതിരിക്കാനും നമ്മളെ ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് നമുക്കുള്ള കടപ്പാട് ഓർമ്മിപ്പിക്കാനും കർക്കിടകത്തിലെ കറുത്ത വാവിന്റെ അന്ന് രാവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന് ഒരു അമ്പലമുണ്ട് മഴുവഞ്ചേരി. അത് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് കേച്ചേരിക്കടുത്ത് കഴിഞ്ഞ വർഷം 4800 പേരവിടെ പിതൃകർമ്മം നടത്താൻ വന്നിരുന്നു. ഞാനാണ് അത് നടത്തിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു, മഴുവഞ്ചേരിയിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ അതാത് ക്ഷേത്രങ്ങളിൽ നടത്തുക. എല്ലാ ക്ഷേത്രങ്ങളും ഉയരട്ടെ, സമൂഹത്തിന്റെ കേന്ദ്രമാവട്ടെ, നമ്മുടെ വീക്ഷണത്തിൽ മാറ്റമുണ്ടാവട്ടെ, മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ധർമ്മം മക്കളുടേതാണെന്ന് ഓർമ്മിപ്പിക്കാൻ നമുക്ക് അവസരമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരോടും ആഹ്വാനം ചെയ്തു. തൃശൂർ ടൗണിനകത്ത് 16 സ്ഥലത്ത് 16 അമ്പലങ്ങളില് ഇപ്രാവശ്യം പിതൃകർമ്മം ഉണ്ടായിരുന്നു. കേരളത്തിൽ കാസർഗോഡ് മുതൽക്ക് കന്യാകുമാരി വരെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോട്ടീസിലെ മന്ത്രം ഉപയോഗിച്ച് പിതൃകർമ്മം നടത്തിയിരുന്നു. വിപ്ലവാത്മകമായ മാറ്റം സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ സ്ത്രീകളോട് ധർമ്മബോധത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള നവംബർ 8 ദീപാവലിയുടെ അന്ന് നിങ്ങൾക്ക് സാധിക്കുന്ന സമയം രാവിലെ 6 മണിക്കോ 6:30-ക്കോ 7-നോ 8-നോ 9-നോ 10-നോ 11-നോ എപ്പോഴാണോ സാധിക്കുന്നത് അപ്രകാരം ചെയ്യാൻ
സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും മാറ്റം ഉണ്ടാക്കാം. എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രത്തിനകത്ത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിമിനെയും പ്രവേശിപ്പിക്കണം. ഒരു തെറ്റുമില്ല. അർച്ചകസ്യ പ്രഭാവേന ശിലാ ഭവതി ശങ്കര. അർച്ചകന്റെ പ്രഭാവം കൊണ്ടാണ് ക്ഷേത്രത്തിൽ ചൈതന്യം ഉണ്ടാകേണ്ടത്. ദർശകന്റെ പ്രഭാവം കൊണ്ട് മാത്രമല്ല. പഞ്ചശുദ്ധി ഉണ്ടെങ്കിൽ ശരീരം, മനസ്സ്, വാക്ക്, ആഹാരം, പ്രവൃത്തി അഞ്ചും ശുദ്ധമാണെങ്കിൽ ഏത് വ്യക്തിക്കും ഏത് അമ്പലത്തിലേക്കും കയറാമെന്ന് തന്ത്രസമുച്ചയം പറയുന്നു. ലോകത്തില് ഭാരതം മാത്രമാണ് അഹം ബ്രഹ്മാസ്മി തത് ബ്രഹ്മാത്വമസി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം, നീയും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല പാപിയായ മനുഷ്യ നീ പാപിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനും നീയും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗമാണെങ്കിൽ എന്തിന് മറ്റു മതക്കാരെ അമ്പലങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം? ഞാനും നീയും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗമായതുകൊണ്ട് എല്ലാവർക്കും ഈശ്വരന്റെ മുമ്പിൽ വരാൻ ഒരേ അവസരം നൽകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾ വൃത്തിയും ശുദ്ധിയും ചൈതന്യവുമുള്ള കേന്ദ്രങ്ങളായി മാറണം. നമ്മുടെ ധർമ്മം പഠിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളായി മാറണം. നമുക്ക് ഒരുമിച്ചിരുന്ന് ആ കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീപാവലി ദിവസം ഈ പ്രദേശത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പൊങ്കാലയും കർക്കടകത്തിലെ കറുത്തവാവിന് എല്ലാ ക്ഷേത്രങ്ങളിലും വരുന്നവർക്ക് പിതൃകർമ്മവും നടത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇനി എന്നെങ്കിലും ഒരു പ്രാവശ്യവും കൂടി ഇവിടെ വന്ന് ഇത്രയും ശ്രദ്ധയോടുകൂടി ഇരുന്ന നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ച് വിവരണം നൽകാൻ ജഗദീശ്വര അനുഗ്രഹമുണ്ടാകണമേ എന്ന് ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഗോപാലകൃഷ്ണന്റെ പ്രണാമം പ്രണാമം പ്രണാമം. നമസ്കാരം.